അച്ഛനെ ഇച്ചിരി കൂട്ടാൻ്റെ ചാറിങ്ങാടെ എടുത്തെ. നീ എന്താണ് ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട അച്ഛാ. അതെന്നാ പറ്റി? ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് വല്ല ദണ്ണവും പിടിച്ച? അല്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. വിശപ്പില്ലാണ്ടായത് എന്താണെന്നാണ് ചോദിച്ചത്. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി. പനിയൊന്നുമില്ലല്ല. നീ എങ്ങാട് വാടി കുരങ്ങു പോലെ ആയല്ലാടി. എനിക്കൊരു ക്ഷീണമില്ല. അച്ഛൻ ചോറുണ്ട്. വേണ്ട, ഞാനും തിന്നണില്ല. എനിക്കുമില്ല വിശപ്പ്. വിശപ്പില്ലാഞ്ഞിട്ടാ നാഴിയേരിയുടെ ചോറുണ്ടത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വാ തുറക്ക്. അച്ഛാ, അച്ഛന്റെ മുത്താ പറയുന്നത്. വാ തുറക്ക്. മുത്തേ, മുത്തേ, മുത്തേ. ആഹാ, ഇത് കൊള്ളാവല്ല. ഈ നടുപ്പാതിരാക്ക് നീ എന്നാ എടുക്കാണ് ഇവിടെ? ഞാൻ വെറുതെ ഉറക്കം വരണില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരമാണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കമില്ല. നാളെ റിസൾട്ട് അറിയണ ദിവസാ. അതിന് ഉറങ്ങാൻ പാടില്ലേ? പട്ടിണി കിടക്കണ? ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലാണോ ഇത്തവണ? ഇത്തവണ SSLCയാ. തോറ്റു പോവോന്നൊരു പേടി. തോറ്റുപോവുകയെ കണ്ടിച്ചുകളെ ഞാൻ. ആര് പറഞ്ഞു തോറ്റു പോകുന്നു? ശിഷ്ടത പറഞ്ഞ? ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം. എന്റെ ഒടേ തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? നിനക്കിത് എന്നാത്തിന്റെ കുറവാണ്? കാച്ചിന് കാച്ച്, പുസ്തകത്തിന് പുസ്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരെല്ലലും അറിയിക്കാതെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് വട്ടപൂജ്യം. കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ? തോറ്റാ ഞാൻ കടലിൽ ചാടി ചാവുള്ളൂ. കിടക്കത്തരം പറഞ്ഞാ മോന്നക്കിട്ട് ഞാനൊരു വീക്ക് വെച്ചാലും പറഞ്ഞേക്കാം. എന്നാ അച്ഛനങ്ങാട് കൊല്ല്, അതാ നല്ലത്. മനസ്സമാധാനം പോയല്ല. അച്ഛന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയല്ലേ പൊന്നെ, കരയല്ലേ. അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ? കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല. അച്ഛൻ ശിഷ്ടറപ്പോയെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലാ? പേപ്പർ നോക്കണതും മാർക്ക് ഇടുന്നതൊന്നും എന്റെ സ്കൂളിലല്ല. ഇത് ഗവൺമെന്റ് പരീക്ഷയാ. എന്റെ പേപ്പർ ആരാ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല. അതെന്ത് വകതിരിവില്ലാത്ത ഇടപാടാണ്. എന്നെ പോലെ വരട്ടെ, അല്ലാതെ മരിക്കാൻ പറ്റുവാ? ബാ പോയി കിടക്കാം. നാളെ കടലിൽ പോണ്ടതല്ലേ. ഉറക്കളിക്കണ്ട. പോയി കണ്ണും തുറന്ന് കിടക്കാവുന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്? മഞ്ഞൾ വെച്ച് മീൻ കയറിയിട്ട് അച്ചുവിന്റെ മോമ്പ എന്താണോ കടന്നൽ ഉച്ചവായും. അവന് പരീക്ഷയാണോ? മകള് പരീക്ഷ എഴുതിയെന്ന് തീരുന്നത് ഇവനാണ്. അതിന് ഇവരെന്തിനാണ് തീരുന്നത്? മക്കള് പരീക്ഷ എഴുതും തോക്കും. അതിപ്പോ ഒരു പുതുമയാണ്. എന്റെ മകള് മാധവിയെ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഇന്നാളാണെന്ന്. മരക്കാത്തിപ്പെണ്ണിന് മീൻകൊട്ട ചുമക്കാതെ പരൂഷ ഒന്നും വേണ്ടടോ ചങ്ങായി. രാമൻകുട്ടി, മീൻകൊട്ട നിന്റെ മകള് ചുമന്നാ മതി. അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത്, അറിയാവാ? പിന്നെ നിന്റെ മകൾ എന്നാ എടുക്കാൻ പോണു? രാജ്യം ഭരിക്കണ കളക്ടർ ആവുക? ആക്കും.
കലക്ടർ അല്ല, ഡോക്ടറാക്കും. ആനി ഡോക്ടറെ കാട്ടിലും വലിയ ഡോക്ടർ. കേട്ടില്ലടോ, അച്ഛന്റെ മകളെ ലോട്ടറാക്കൂന്ന്. ചുമ്മാതല്ല, ഞാൻ ഇന്നാളെ ഒരു കാക്ക മലർന്നു മറന്നു പോകുന്നു. കുറെ നേരം ആയില്ലടാ കാരാമേ, നീ ഗുണഗുണ. കളിയാക്കണ്ടടാ പുല്ലേ. കാക്ക മലന്ന് പറക്കണ നീയൊക്കെ കാണും, നോക്കിക്കോ. നീ പോണോ അറി ഏരിയയിൽ ചവിട്ടാൻ നിന്റെ കടന്നാലിട്ടിട്ട് ഞാനൊരു ചവിട്ടിച്ചു. ഇവനൊക്കെ വല്ലോ വാങ്ങിച്ച് കിട്ടും, ഉണ്ടായിരുന്നോ? നീ പോണോ പോയി. അങ്ങോട്ട് നീങ്ങി കേട്ട് നാരായണി എഴുന്നേക്കടി, നീ എന്താണടി അങ്ങ് ഉറച്ചിരുന്നു പോയത്? പടി പിള്ളേർ ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ. ഇയാളെന്താണപ്പോ ഈ പെണ്ണുങ്ങളെ വേറെ വഴിയില്ല. എന്റെ നെഞ്ചത്തോട്ട് അയിലേണ് വാരിക്കോ. കൊണ്ടുപോടാ. ഇന്ന് പെയ്ത്ത് അയിലയാണെന്ന് തോന്നുന്നു. പെണ്ണ് പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നിട്ടില്ല. കാലിന്മേ തീ പിടിച്ച മാതിരി പിന്നെ എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തില്? കൂട്ടാത്തിലുള്ള മീൻ വേണേ ഒന്ന് എടുത്താണ്ട് പോടി. ആ മരങ്ങാടുള്ളവൻ കൂടെ എടുത്താ. അവൻ പരൂക്ഷയുടെ വെണ്ണം കയറി പലതാണ്. അവള് കാഴ്ച കാണാൻ വന്നതാണപ്പാ. എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. ചാച്ചി ഇപ്പൊ എന്നതാ കണ്ടത്? ഞാനൊന്നും പറയണില്ലേ, പറഞ്ഞാ നാത്തും പോരാവും. ചേട്ടൻ പുന്നാരത്തി നിറന്തലയെ കയറ്റി വെച്ചിരിക്കല്ലേ. എന്താണ് അമ്മയും അമ്മായിയും തമ്മിലൊരു കുശുകുശുപ്പ്? ഓരെടുക്കാൻ കടപ്പുറത്തായിട്ട് പോരണം. ആ കണ്ട നിനക്കും നിന്റെ അച്ഛനും ഒക്കെ ഇപ്പൊ തോന്നും അമ്മ പോരെടുക്കുകയാണെന്ന്. പിന്നെ മനസ്സിലാക്കോളും ഭാർഗവിയുടെ വാക്കിന്റെ വില. എടാ മകാനെ, വല്യച്ഛൻ വഞ്ചി കരക്കിടക്കണതിന് മുമ്പ് തൂറാമുട്ടണ പോലെ ഓടണ കണ്ടല്ല. എന്നാടാ ആ മുട്ടയിരിക്കും. ചില നേരത്ത് വല്യച്ഛന്റെ മട്ടുമാതിരും കണ്ടാലും മോന്തക്കിട്ടെന്ന് കൊടുക്കാനാ തോന്നും. മഞ്ജീവച്ചന്റെ നാക്ക് ചൊറിഞ്ഞു കയറിയതാണ്. ദേ അച്ഛൻ പറയണ പോലെ നീയൊന്നും പറയരുത് കേട്ടാ. അവര് ചങ്ങായിമാര് തമാശയും ചീത്തയും തെറിയും പറയും. നിന്നെ അയാള് മകാനെ പോലെയാണ് കരുതണത് കേട്ടാ. ഉണ്ടാണ്ടിരിക്കുന്നു കാലത്തൊന്നും മക്കട്ട് കയറാണ്ട്. ഇതെന്ത് മനുഷ്യനാണപ്പാ. അതാ ഈ എന്റെ മുട്ടയിലോട്ട് വാരിയിട്, ഇതിലോട്ട് വാരിയിട്, നിറയെ വാരിയിട്, വെള്ളം വാരിയിട്. പിടയ്ക്കണ പച്ചമീൻ വാരിയിട്, പതിവ് വെട്ടി കൊടുക്കാനാണടാ. ചത്ത മീനാണ് പതിവിട്ട് കൊടുക്കുമ്പേ നീ ഒന്ന് പറച്ചേച്ച് മീൻ അങ്ങാട്ട് കൊടുത്താ മതി. നീ പോടാ പൂളും താനെ. അത് തന്നെ പെറുക്കി സ്വഭാവം നീ വിടിയത് അതെന്റെ നന്ദ. കൊടുക്കുന്നില്ലെന്ന് 800 രൂപ. അറിയില്ല. ഒരു കാര്യം ചെയ്ത് സാങ്കെ ഇത് കടലിലോട്ടിട്, മറ്റന്നാ പിടിക്കാൻ നോക്ക്. 850. കൊടുക്കേല 850 പിടിക്കുന്നേ. അല്ല താങ്കൾ അവിടെ പോയി അങ്ങാട്ട് വിട്, കടലിലോട്ട് വിട്. 850 ഉറപ്പിക്കാം. എഴുതോ.
പുകച്ചു കേറ്റണുണ്ടല്ല. ഈ പുക ഇങ്ങനെ വലിച്ചു കയറ്റിയ പള്ളിക്കൂടത്തിൽ പോയ കൊച്ചു പറന്നു വരുവാ. മനുഷ്യന്മാരെ കണ്ട മുണ്ടണ്ട, ഒന്ന് ചിരിച്ചാ കുറഞ്ഞു പോവാ. ഇതെന്താണപ്പാ, മുണ്ടാവൃതം വല്ലുമാണോ? ദേ ഞാനിവിടെ എരിപിരി സഞ്ചാരം കൊണ്ടിരിക്കുകയാണ്. എന്റെ വായിന്ന് വന്നെ എന്താണെന്ന് പറയാൻ പറ്റുകയല്ല. അപ്പൊ മുണ്ടാട്ടം മുട്ടിയിട്ടില്ല. മഞ്ചി വെച്ച് രാമൻകുട്ടിയോട് വഴക്കിന് പോയാ? ഒവ്വ, നീ ആരാണത് ചോദിക്കാൻ? രാമൻകുട്ടിയുടെ പെണ്ണ? രാമൻകുട്ടിയുടെ പെണ്ണല്ല, പിന്നെ ആരിക്കടയാണെന്ന് ഞാൻ പറഞ്ഞ പോരല്ല. തുറക്കാരാണുങ്ങളോടൊക്കെ ഇടഞ്ഞു. ഒടുക്ക ആരും കൂടെ കൂട്ടാണ്ടാവും. കൂടെ കൂട്ടിയിലെ ഞാനും എന്റെ മകളും പട്ടിണി കിടന്ന് ചാകും. എറുമഞ്ചിയും ചൂണ്ടയോ ഉള്ളിടത്തോളം കാലം അച്ചൂൻ അരിക്കാശ് മുട്ടുകയല്ല. കിലോ ഇട്ടോ അത് തന്നെയാണ്. പിന്നെ ഇപ്പം മഞ്ചി പോണത് നിന്റെ ആങ്ങളുടെ നിർബന്ധം കൊണ്ടാണ്. അപ്പോ എന്റെ ആങ്ങള പറഞ്ഞ എന്തും കേക്കും. നീ മുണ്ടാണ്ട് അവിടെ ഇരുന്നാ മീൻ മുറിക്കരുത് പെണ്ണെ. ഈ കടപ്പുറത്തുനിന്ന് ആദ്യമായിട്ട് SSLC പാസ്സാകുന്ന പെൺകുട്ടി ഞാനാ. അത് ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാരും പറഞ്ഞു. നേരാണോ? കേട്ടാ കേട്ടാളി ചന്ദ്രി, എന്റെ കട്ടപ്പാട് വെറുതെ ആയില്ല കേട്ടാ. ഇച്ചേച്ചിക്ക് ഞാൻ എന്താ തരേണ്ടത്? ഇച്ചേച്ചി പറഞ്ഞില്ല എനിക്ക് കൊറേ മാർക്ക് കിട്ടുമെന്ന്. കൈ അപ്പടി മീനാ സാരല്ല. എടാ തങ്കപ്പ, പറയടാ എല്ലാരോടും, എന്റെ മകള് ജയിച്ചടാ, പച്ചായിട്ട് ജയിച്ചടാ. എടി ചന്ദ്രി, അദൂഷക്കാരുടെ മുഖത്ത് ഞാൻ ആട്ടടാ അടിക്കടാ. നീ പറയണ പോലെ. അടിക്കാൻ വേണ്ട, ആട്ടാൻ വേണ്ട. എന്നാലും എല്ലാരും ഒന്ന് അറിയണമല്ലോ അച്ചുവിന്റെ വില. വാ മകളെ. ഞാൻ ജയിച്ചടാ കൊച്ചിരാവ. എന്റെ പൊന്നുമകളെ ജയിച്ചടാ. ഏത് രാമൻകുട്ടിയാടാ പറഞ്ഞത് കാക്ക മലന്ന് പറക്കുമെന്ന്? പറക്കട്ടടാ കാക്ക. അദൂഷക്കാരും കണ്ണുകളിക്കാരും കേൾക്കാൻ വേണ്ടി പറയണം. അച്ചുവിന്റെ മകള് ഫസ്റ്റ് ക്ലാസ്സിലാണ് ജയിച്ചത് കേട്ടാ. അച്ചുവിന്റെ മകള് അച്ചൂക്കാൽ എട്ടറ, ഡോക്ടറ, എഞ്ചിനീയർ. വാത് വെക്കാറുണ്ടാ? ആരെങ്കിലും ഉണ്ടാ വാത് വെക്കാൻ? ഞാനുണ്ട്. നീയാളാ? ആരെങ്കില് എന്നാ ഉണ്ട് വാത്? നീ പറ. എന്റെ മകളെ ഡോക്ടർ ആക്കിയില്ലെങ്കിൽ നീ എന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി കല്ല് കെട്ടി താത്തിക്കും. ആക്കിയാണ് എനിക്കൊരു പുല്ലും തരണടാ. മകനെ രാഘവ, നിന്റെ കുഞ്ഞുമങ്ങൾക്ക് മനസ്സിലാതാറടാ. ഉമ്മക്കൊന്നും കുയിക്കണോ ആ കൊച്ചിരാമ.